തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോൾ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മനെ വിളിക്കുന്നതാണ് ബിച്ച്. BJP നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാനയ്ക്കെതിരെ അമ്മൂമ്മ ഞെട്ടിക്കുന്ന ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള കുടുംബമാണ് BJP നേതാവും നടനുമായ കൃഷ്ണകുമാറിൻ്റേത്. അടുത്തിടെ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണയ്ക്കെതിരെ ചില സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു. സിന്ധുവും അവരുടെ അമ്മയും തമ്മിലുള്ള പ്രശ്നമാണ് അതിന് കാരണം. ഇതിന് മറുപടിയുമായി കഴിഞ്ഞ ദിവസം മകളും നടിയുമായ അഹാന കൃഷ്ണയും രംഗത്ത് എത്തിയിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കടന്നിങ്ങനെ ചീഞ്ഞളിയുവാണ്. ഇവരുടെ അമ്മൂമ്മയുടെ കുറച്ച് വോയിസ് ക്ലിപ്പുകളും അതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതൊക്കെയായിരുന്നു ചർച്ചാ വിഷയം. അപ്പോൾ ഇതെല്ലാവരുടെ ഫാമിലിയിൽ നടക്കുന്നത് പോലെ തന്നെയാണ് ഇവരെ ഫാമിലിയിൽ നടന്നിട്ടുള്ളത്. പക്ഷേ ഫാമിലിയിൽ നടക്കുന്ന ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടിട്ടിട്ട് ചർച്ച ചെയ്ത് നാറേണ്ട വല്ല കാര്യമുണ്ടോ? ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ഫാമിലിയിൽ തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യുക. ഇതിപ്പോൾ ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇവരെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെയാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ചർച്ചയാക്കിയത്. അപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടതിന് ശേഷം പിന്നെ ഈ ഒരു വിഷയം ജനങ്ങൾ സംസാരിക്കല് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ വാർത്തയാക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോഴത്തേക്ക് ഓർക്കണം, സോഷ്യൽ മീഡിയയാണ്. അപ്പം പബ്ലിക്ക് ഉറപ്പായിട്ടും ജഡ്ജ് ചെയ്യും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം അഹാന കൃഷ്ണയ്ക്കെതിരെ ഒരു അമ്മൂമ്മയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ഞാനൊരു വോയിസ് കൂടെ വയ്ക്കാം. അതിനുമുമ്പ് ഈ ഒരു വാർത്തയൊന്ന് കണ്ടുവെക്കാം. മറുനാടനകത്ത് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുവെക്കേ. നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ പ്രമുഖ താരകുടുംബമായ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നിന്നുയരുന്ന പുതിയ വിവാദങ്ങളിൽ ഒടുവിൽ വ്യക്തത വരുത്തി കൊച്ചുമകൾ തൻവി. കാനഡയിൽ നിന്നും തൻവിയും കുടുംബവും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ട വിവാദങ്ങൾ അരങ്ങേറിയത്. അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ലെന്ന തൻവിയുടെ ആദ്യ പ്രതികരണവും അതിനെ തുടർന്ന് അമ്മൂമ്മ വലിയ പ്രശ്നക്കാരിയാണെന്ന അഹാന കൃഷ്ണയുടെ വിശദീകരണവും വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ ചർച്ചയായിരുന്നു. കാനഡയിൽ നിന്നും നാട്ടിലേക്ക് വരാനായി സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടയിലാണ് അമ്മൂമ്മ തന്നെ ഫോണിൽ വിളിച്ചതെന്ന് തൻവി പറയുന്നു. പാക്കിങ്ങിന്റെ തിരക്കുകൾക്കിടയിൽ അമ്മൂമ്മയുടെ ഫോൺ കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് താനത് ഷൂട്ട് ചെയ്തത്. അപ്പൂപ്പന്റെ വേർപാടിനു ശേഷം തനിക്ക് കൂട്ടിനായി ആരുമില്ലെന്ന അമ്മൂമ്മയുടെ സങ്കടം ഒരു സാധാരണ വിഷം എന്ന രീതിയിലാണ് താൻ ആ വീഡിയോയിലൂടെ പങ്കുവച്ചതെന്നും തൻവി വ്യക്തമാക്കുന്നു. അമ്മൂമ്മയ്ക്ക് കടുത്ത OCD പ്രശ്നങ്ങളുള്ളതിനാൽ അവരെ സിന്ധു കൃഷ്ണയുടെ വീട്ടിലോ മറ്റ് ബന്ധുക്കളുടെ അടുത്തോ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമ്മൂമ്മയുടേതായ ചില പ്രത്യേക രീതികളാണ് കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. ഇക്കാരണത്തിൽ അമ്മൂമ്മയോടൊപ്പം ആർക്കും ഒത്തുപോകാൻ കഴിയില്ലെന്ന് മുൻപ് അഹാന കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും സത്യമാണെന്ന് തന്നെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. താൻ ജനിച്ചു വീണത് മുതൽ വളർന്നത് അമ്മൂമ്മയുടെ അടുത്തായതുകൊണ്ട് തന്നെ അവരുടെ ഈ ശീലങ്ങൾ തനിക്ക് വലിയൊരു പ്രശ്നമായി തോന്നിയിട്ടില്ലെന്നും തൻവി പറയുന്നു. കൂടാതെ കാനഡയിൽ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്ത പരിചയസമ്പത്തുള്ളതുകൊണ്ട് തന്നെ ഇത്തരം പെരുമാറ്റ രീതികളെയും മാനസികാവസ്ഥകളെയും വളരെ സ്വാഭാവികമായി കൈകാര്യം ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്നും തൻവി പറയുന്നു. തന്റെ മുൻപത്തെ വീഡിയോയിലെ വാക്കുകളെ ചിലർ വളച്ചൊടിച്ച് സിന്ധു കൃഷ്ണയെയും കുടുംബത്തെയും മറ്റ് കസിൻസിനെയും പൂർണ്ണമായി നെഗറ്റീവാക്കി ചിത്രീകരിക്കുകയായിരുന്നു എന്നും തൻവി ആരോപിക്കുന്നു. താൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും. ഓക്കെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത് ഒന്നെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മറ്റൊരാളെ വളർച്ച അല്ലെങ്കിൽ മറ്റൊരാളെ കരിവാരിത്തേക്കാനോ ജനങ്ങളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിടാനോ വേണ്ടിയിട്ടൊക്കെയുള്ള പരിപാടിയാണിത്. അല്ലാതെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വേണമെങ്കിൽ ലീഗലായിട്ട് പോവാം, നിയമപരമായിട്ട് പോവാം, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് എല്ലാവരെയും വിളിച്ചൊന്ന് ചർച്ച ചെയ്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ അമ്മൂമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ മിക്കുള്ള വീട്ടിലും പ്രായമുള്ള വീട്ടിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അല്ലാതെ വേറെ രക്ഷയില്ല. പിന്നെ പ്രായമായിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരെ വായി വരുന്ന എന്തും വിളിക്കാം എന്നുള്ള ലൈസൻസിലൂടെ ഉള്ളൊരു ഇതൊക്കെയാണെങ്കിൽ അത് തെറ്റാണ്. പ്രായമായിട്ടുള്ള ആളുകളെ ഇതുപോലെ അഹാനയുടെ വോയിസിനകത്ത് അഹാനയുമായിട്ട് ബന്ധപ്പെട്ട അമ്മൂമ്മ പറയുന്ന വോയിസിനകത്ത് അഹാന ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ വിളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രായമാണെങ്കിലും പ്രായമല്ലെങ്കിലും പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളാകുമ്പോഴത്തേക്ക് അവരോടൊന്നും ഇങ്ങനെ സംസാരിക്കില്ല, മോശപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. അത് തികച്ചും തെറ്റേനാണ്. അതിനോട് നമുക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല. എടി പൊടി എന്ന് വിളിക്കുക, നീ എന്ന് വിളിക്കുക, അങ്ങനെ പല ഭാഷകളിൽ ഇങ്ങനെ സംബോധന ചെയ്യുന്നത് അത് ഒരു നല്ല കുടുംബത്തിൽ
നമ്മൾ പറയുമല്ലോ, നല്ല കുടുംബത്തിൽ ജനിച്ചു വന്ന് നമ്മൾ നല്ല ചുറ്റുപാടുകളിൽ നിന്ന് വളർന്നു വരുന്ന ആളുകൾക്ക് പറ്റിയ പരിപാടിയല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ആനയുടെ അമ്മൂമ്മയുടെ വോയിസ് ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കേ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ആനയുടെ അമ്മൂമ്മ പറയുന്ന വോയിസ് ഒന്ന് കേട്ട് നോക്ക്. അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ച് വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷേ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ, പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിയും. നിങ്ങൾ അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കുന്നതിന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ, മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളി നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത്, അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത്, സിമിക്ക് വേണ്ടിയിട്ട് അതും പോയി. എനിക്ക് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ 6 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്, ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലും. അപ്പൊ അങ്ങനെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എന്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞിട്ട് എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക്
ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തതിനപ്പൂപ്പ എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തതെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി, ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു. അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാൻ കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരെയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, എന്തോന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴും എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവളിടാണ്, എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നേഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ ഹോം നേഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്, എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നേഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചോണ്ട് കിടക്കണം. ഇംഗ്ലീഷ്. എന്നിട്ട് അമ്മ ആരുമില്ല എന്ന് പറഞ്ഞു. അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടേക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കണം. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ
അനിയത്തിനെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് ഈ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒരു 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 12 രൂപ എടുത്താലും രണ്ടുപേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കുന്ന ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെയല്ലേ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 രൂപ, ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കും. അമ്മമ്മ കരയല്ലേ അമ്മമ്മ, കരയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച്. ബിച്ച് കുഞ്ഞിനീച്ച് ബിച്ച് സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാ വസന്ത, എടി പോടി എൻ്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മൂമ്മ വിളിച്ച് കരയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ യെസ് ലിയാൻ. അപ്പോൾ എന്തായാലും എൻ്റെ 2 കുട്ടികൾക്ക് എന്നെ ഇപ്പോൾ ആവശ്യമുണ്ട്. ഇനി